അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, വാക്കുകൾക്കും ആശയങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകുന്ന ഫറാസയുടെ സുന്ദരവേദിയിൽ ജൻസി എന്ന വിഷയത്തെക്കുറിച്ച് അല്പം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്താം. സഹൃദരെ, 1997 മുതൽ 2012 വരെയുള്ള കാലഘട്ടത്തിനിടക്ക് ജനിച്ചവരാണ് പൊതുവിൽ ജൻസി എന്നത് അർത്ഥമാക്കുന്നത്. ഡിജിറ്റൽ യുഗത്തിൻ്റെ കയ്യിൽ വളർന്ന ആദ്യ തലമുറ. സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റും കളിപ്പാട്ടങ്ങളും ബദലാക്കുന്ന കുട്ടിക്കാലം. വിവരങ്ങളുടെ പ്രളയം വിരൽ തുമ്പിൽ പ്രവാഹിക്കുന്ന സാഹചര്യം. സത്യക്കെതിരെ കാലം എന്ന് വിശേഷിക്കപ്പെട്ട വിധത്തിൽ സത്യസത്യങ്ങൾ കൂടിക്കലർന്ന് വാട്സപ്പ് യൂണിവേഴ്സിറ്റി വിരാജിക്കുന്ന സന്ദർഭം. ഇതൊക്കെ പറയുമ്പോഴും പുതിയ തലമുറയുടെ ചിന്തമണ്ഡലത്തിൻ്റെ വികാസം വിസംഹരിക്കപ്പെട്ടുകൂടാ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിംഗും ചുറ്റിലുമുള്ള സാമൂഹിക വ്യവഹാരങ്ങളെ അടക്കി ഭരിക്കുന്ന കാലത്തും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അൽഗരിതങ്ങളുടെ പിന്നിലും ജൻസി പിള്ളേരുടെ ഹസ്തങ്ങളാണത്, പറയാതെ വയ്യ. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണെന്ന ആശയം ഈ തലമുറയിൽ ചോർന്നു പോകുന്നു എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ സർഗാത്മകയും ക്രിയാത്മകയും അറ്റുപോകുന്നുണ്ട്. റീലുകളും ഷോർട്സുകളും നൽകുന്ന അമിതമായ നൈമിഷിക ആനന്ദത്തിന് പിറകെ പോകുന്നവർക്ക് പരസ്പര ബന്ധങ്ങളുടെ അടുത്ത് കുടുംബ ബന്ധമാകട്ടെ സൗഹൃദ വലയമാകട്ടെ ആനന്ദം ആസ്വദിക്കാൻ കഴിയാതെ അവർ പോകുന്നു. മനുഷ്യനെ തമ്മിൽ തമ്മിൽ ചേർത്ത് നിർത്തുന്ന സ്നേഹവാലയത്തിൻ്റെ ഉഷ്ണനെ അണക്കാൻ ശ്രമിക്കുന്നവർ തിരുത്തിയെടുക്കേണ്ടതുണ്ട്. ഒരാൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ തിരുദൂതർ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ഒന്ന് നല്ല പ്രസിരപ്പുള്ള യുവത്വ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നരുളിയത്. അള്ളാഹുവിനെ വെളിപ്പെട്ടുകൊണ്ട് കർമ്മജീവിതത്തെ നയിച്ച യുവാക്കൾക്ക് അർശിന്റെ തണലുമുണ്ടെന്നാണ് പഠിപ്പിച്ചത്. ചോരത്തിളപ്പുള്ള ഈ പ്രായത്തിൽ എന്തും പ്രവർത്തിക്കാനുള്ള അമിതമായ ഊർജം താളം കെട്ടി നിൽക്കുക കൂടി ചെയ്യുന്നവരാണ് ഇവർ. ഇതിൻ്റെ സർഗാത്മകയും ക്രിയാത്മകയും സാധ്യമാക്കേണ്ടതുണ്ട്. സ്വന്തം സഹപാഠിയുടെ അടിവയറ്റിൽ വെടിവാളുകൊണ്ട് വെട്ടിയിട്ട് അവിടെ നിന്ന് പൊട്ടിറയലിക്കുന്ന ഉദിരം കൊണ്ട് തങ്ങളുടെ മോശത്തിന്റെ ഉഷ്ണനെ അണക്കാൻ ശ്രമിക്കുന്നവരെ നമുക്ക് തിരുത്തിയെടുക്കേണ്ടതുണ്ട്. റാഗിംഗ് എന്ന പേര് പറഞ്ഞു സ്വന്തം ക്യാമ്പസിൽ പഠിക്കുന്ന സഹപാഠിയെ കട്ടിലിൽ ബന്ധസ്ഥാനക്കിട്ട് കോമ്പസ് കൊണ്ട് ദേഹത്ത് മുഴുവൻ കുത്തി പരിക്കേൽപ്പിച്ച് വേദന കൊണ്ട് പൊളയുന്നവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്ന കൗമാരത്തെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. ആ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ വീണ്ടും വർഗീയമായ വിഷവിത്തുകൾ വികുന്ന ഇവിടെയുള്ള പ്രമുഖ രാഷ്ട്രീയ വിഷവിത്തുകൾ വീണ്ടും നമുക്ക് എന്താണ് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാനാവുക? മാതാപിതാക്കളോടുള്ള സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി ഉയർത്തിക്കൊണ്ടുവന്ന കരങ്ങളെ മുഴുവൻ അറുത്തുമാറ്റി സ്വന്തം കാര്യം സിന്ദാബാദ് എന്നോടെ മനുഷ്യരെ തമ്മിൽ തമ്മിൽ ചേർത്ത് നിർത്തുന്നു. അവനവന് സുഖത്തിനായി ആയിരിക്കുന്നവ അപരന് സുഖത്തിനായി പോകുന്നവ എന്നത് കടുമ്പനാട്ട് അമ്മയുടെ വരി കേട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എൻ്റെ വാക്കുകൾക്ക് വിട. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.